ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പാർട്ടി വ്ളോഗാണ് കേട്ടോ. ചെറിയൊരു പാർട്ടിയാണ്. ബാസിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ബാസിൻ്റെ ഫ്രണ്ട്സിന് ഉണ്ടാക്കിയ കുറച്ച് ഐറ്റംസാണ്. ഓരോ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളാണ് ഉണ്ടാക്കിയത്. ഒരുപാട് റെസിപ്പികളുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവും. കണ്ടു നോക്കണേ. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ അതാദ്യം തന്നെ ഞാൻ പിസയ്ക്കുള്ള മാവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു 3 കപ്പ് മൈദപ്പൊടി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മെഷീനിലാണ് കുഴയ്ക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തണേ. മെഷർമെൻ്റ് ഒക്കെ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്നെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒലിവ് ഓയിൽ ഏതാ ബ്രാൻഡ് വാങ്ങണമെന്നൊക്കെ കമൻസിൽ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ബ്രാൻഡ് നോക്കിയിട്ടല്ല വാങ്ങല്. 100% ഒലിവ് ഓയിൽ, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ നോക്കിയിട്ട് വാങ്ങിയാൽ മതി കേട്ടോ. അത് ഇൻഗ്രീഡിയൻസ് വായിച്ച് നോക്കിയാൽ മതി. പൊമേസ് ഓയിലൊന്നും ഇല്ലാത്ത എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ മാത്രമുള്ളത് നോക്കി വാങ്ങിച്ചാൽ മതി. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്താണ്. അതിന് ശേഷം ഇതാ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. വെള്ളം എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ചൊരു സ്റ്റിക്കി പാകത്തിലാണ് വേണ്ടി കേട്ടോ. കയ്യിലൊട്ടുന്ന പാകത്തിൽ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് കുഴച്ചെടുത്തിട്ട് നമ്മളെ കയ്യിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊരു ഒട്ടുന്ന ആ ഒരു പാകത്തിൽ. അപ്പോൾ ഞാനിതിവിടെ കെൻവുഡിൻ്റെ കിച്ചൺ മെഷീനിലാണ് കുഴച്ചെടുക്കുന്നത്. അപ്പം ഇതിനെ പറ്റിയിട്ടൊന്ന് സ്ഥിരമായിട്ട് ഞാൻ പറഞ്ഞാലും കമൻറ്റിൽ വരുത്തുന്നുണ്ട്. ഇത് കിച്ചൺ മെഷീനാണ്, കെൻവുഡിൻ്റെ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു സ്റ്റിക്കി പാകത്തിലാണ് ഉള്ളത്. അപ്പോൾ എനിക്കിവിടെ അധികം സമയമില്ല. ഞാനൊരു അരമണിക്കൂറാണ് എനിക്കിത് വെക്കാൻ സമയമുള്ളൂ, റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്, പ്രൂഫ് ആകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കവറിലാണ് വെക്കണം കേട്ടോ. ഇങ്ങനത്തെ കവറിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാനെപ്പോഴും പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് നമുക്ക് ഇത് പൊങ്ങി വരാൻ നല്ലതാണ് കേട്ടോ. ഈ കവറിലാക്കി വെക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ കവറിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കവറിൽ ഞാനെന്താ സിബ് ലോക്കിലാണ് കേട്ടോ. അതിലൊന്ന് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അരമണിക്കൂർ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വന്നോളും. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് പിസ്സൻ്റെ ബേസ് ഉണ്ടാക്കണം. അപ്പോൾ പിസ്സ ബേസ് എന്ന് പറയുന്നത് പിസ്സ നമ്മൾ പുരട്ടണ ആ ഒരു സോസ് ഇല്ലേ, അതാണ്. അപ്പോൾ അതിലേക്ക് ഇതാ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ 2, 3 അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മൂന്നും കൂടെ ചെറുതായിട്ട് മുറിച്ച് വെച്ചതാണ്. അതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് ബേസിലാണ് കേട്ടോ, തുളസിയില എന്ന് പറയുന്നത്. തുളസിയില നമ്മളെ നാട്ടിലത്തെ തുളസിയില അല്ല, നമുക്ക് കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന തുളസിയില കേട്ടോ, അതാണ്. അപ്പോൾ അത് ഒന്നെങ്കിൽ ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് ചേർക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഡ്രൈ ചേർക്കുക. 1/2 ടീസ്പൂണോളം ചേർത്താണ്. അതുപോലെ തന്നെ ഒറിഗാനോ വേണം കേട്ടോ. ഇതും പിസ്സയിലിടുന്ന സാധനം തന്നെയാണ്. അതും ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അത് രണ്ടും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആ ഒരു വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോഴാണ് ആ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്ത് വരിക. ഇതിൽ നിങ്ങൾക്ക് ക്യാരറ്റോ അല്ലെങ്കിൽ ബീട്രൂട്ടോ ചേർക്കണമെങ്കിൽ ചേർക്കട്ടോ. നല്ലൊരു കളറൊക്കെ വരാൻ വേണ്ടിയിട്ട് ക്യാരറ്റിൻ്റെ പീസ് ചേർക്കുക. അതുപോലെ തന്നെ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ ബീട്രൂട്ടും ചേർക്കുക. ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന പാകത്തിൽ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലായി കഴിഞ്ഞാൽ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. നന്നായിട്ട് ഫൈനാക്കി അരച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണിത് അരച്ചെടുത്തത്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു അരമണിക്കൂറാണ് വെച്ചപ്പോൾ തന്നെ കണ്ടിട്ടില്ല, നല്ല സെറ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ ഭട്ടൂരൊക്കെ കുഴയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ നാനിനൊക്കെ കുഴയ്ക്കുന്ന സമയത്തോ ഇങ്ങനത്തെ നമുക്ക് പൊന്തി കിട്ടേണ്ട ഈ ഒരു രീതിയിലുള്ള എന്തെങ്കിലും കുഴക്കുന്നുണ്ടെങ്കിൽ, സമയമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സിബ് ലോക്കിൻ്റെ ബാഗിലാക്കി വെച്ചാൽ മതി. അല്ലെങ്കിൽ സാധാരണ ഒരു കവറിലിട്ടിട്ട് നന്നായിട്ട് കെട്ടി വെച്ചാലും മതി കേട്ടോ. ഇതൊരു സ്റ്റിക്കി പാകത്തിലുള്ള ഡോം കൂടി ആയതുകൊണ്ട് ഇത് എടുക്കാൻ ഞാനിപ്പോൾ ഇങ്ങനെ കവർ മുറിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഈസിയാണ്, പക്ഷേ പ്രശ്നമൊന്നുമില്ല. കുറച്ചും കൂടെ ഈസിയാണ് ഇങ്ങനെ കവറൊന്നും മുറിച്ചെടുക്കുകയാണെങ്കിൽ. ഇതിൽ നിന്ന് നമ്മൾ ഓരോ ഉരുളകളാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഒരുപാടിട്ട് കുഴച്ച് ഇതാക്കി എടുക്കണ്ട. അതിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്താൽ മതി. ഞാൻ അത്യാവശ്യം വലിയ സൈസിലുള്ള ഒരു 3 പിസക്കുള്ളതായിട്ടാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കയ്യിലൊന്ന് പൊടിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് ഓരോ ഉരുളാക്കിയിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഷേപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാടിട്ട് ഇതിനെ കുഴച്ച് ഇതിൽ കയറിയിട്ടുള്ള എയർ ബബിൾസ് ഒന്നും നഷ്ടപ്പെടുത്താത്ത രീതിയിൽ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. നല്ല ബോളായിട്ട് ഞാൻ ഉരുട്ടിയെടുക്കുന്നുണ്ട്. എടുക്കുമ്പോൾ ഒരു ചെറിയൊരു ഇതുണ്ടാവും, എന്നാലും ഉരുട്ടി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതാ ഈ ഒരു പാകത്തിൽ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ വലുപ്പത്തിലുള്ള കേട്ടോ. ഇതുപോലത്തെ ഒരു 3 എണ്ണമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അത് കംപ്ലീറ്റ് 3 എണ്ണവും ഞാനിവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ചെറുതായിട്ടൊന്ന് പൊടിയിട്ട് കൊടുക്കുക, എന്നിട്ട് പരത്തിയെടുക്കുക. ഞാനിവിടെ നൈസായിട്ടുള്ള ബേസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കുക. കുറച്ച് തടിയിൽ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക. എല്ലാ രീതിയിലും ഉണ്ടാക്കുക. തിൻ ഷീറ്റായിട്ടും അതുപോലെ തന്നെ തിക്കായിട്ടും ഉണ്ടാക്കുക, എങ്ങനെ വേണമെങ്കിലും ആക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഡൊമിനോ സ്റ്റൈലുള്ള ഒരു ഭയങ്കര തിന്നായിട്ടുള്ള ഷീറ്റില്ല, അതുപോലെയാണ് ആക്കിയെടുക്കുന്നത്. നമ്മൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു തടി എമ്മിൽ വന്നോളും.
അപ്പോൾ തിന്നായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലൂസായിട്ട് കുഴച്ചെടുത്തത്. ഇത് കയ്യിലിട്ടിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ വീശിയെടുക്കാനുണ്ട്. അതാ ഈ ഒരു കൈയിൻ്റെ 2 കയ്യിൽ വെച്ചിട്ട് ഇതിനൊന്ന് ഇങ്ങനെ അങ്ങനെ ആക്കിയെടുക്കണം. അപ്പോഴാണ് നല്ല തിന്നായിട്ട് വരിക കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാനൊന്ന് ഇങ്ങനെ തിന്നാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്ക് ചെയ്യണ ഒരു ഷീറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനൊരു ബേക്കിംഗ് പേപ്പറും വെച്ചിട്ടുണ്ട്, ബട്ടർ പേപ്പർ. അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടിഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കോൺ മീൽ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ചേർക്കാത്തത്. അപ്പോൾ ഇതാ ഒലിവ് ഓയിലൊന്ന് നന്നായിട്ട് പരട്ടി കൊടുത്ത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ ഒരു പരത്തി വെച്ച ഷീറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാനിപ്പോൾ ഈ എടുത്ത ഷീറ്റ് എന്ന് പറയുന്നത് റൗണ്ട് അല്ല എൻ്റെ പാത്രം, റെക്റ്റാങ്കിൾ പാത്രമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലേറ്റിൻ്റെ സൈസിലേക്ക് ഞാൻ ഇതിനൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ആ ഒരു സെയിം സൈസിലേക്ക് ഇതിനൊന്ന് പൊടിയിനൊന്ന് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഷേപ്പിലേക്ക് മാറി വന്നോളൂ. ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ മേലെ ചെറുതായിട്ടൊന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അത് വല്ലാണ്ട് അങ്ങ് പൊന്തി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുത്തിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പിസ്സ ബേസാണിത്. ടൊമാറ്റോ വെച്ചിട്ടുള്ള ഉണ്ടാക്കിയ നമ്മളെ ബേസ്. അത് വെച്ചിട്ട് ഇതാ 2-3 ടേബിൾ സ്പൂൺ നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ആവുന്ന രീതിയിൽ പരട്ടി കൊടുക്കട്ടോ. അധികം അറ്റത്തേക്ക് വരണ്ട, പുറത്തേക്ക് വരരുത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം ഈ ഒരു ബേസ്. ഇത് ശരിക്കും ഇത് വാങ്ങാനും കിട്ടും കേട്ടോ. ടിന്നിൽ വേണമെങ്കിൽ അങ്ങനെ വാങ്ങിയാലും മതി. ഇനിയിപ്പോൾ അത് 2 തരത്തിലുള്ള ബെൽ പെപ്പേഴ്സ് ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. യെല്ലോവും അതുപോലെ തന്നെ ക്യാപ്സിക്കമാണ് എടുത്തത്. അപ്പോൾ അത് രണ്ടും ഇതിൻ്റെ മേലെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കട്ടോ. ഞാനിപ്പോൾ ഇത് രണ്ടും മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ അത് കുറച്ച് ഒലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതാ മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ചീസൊക്കെ കുറച്ച് അത്യാവശ്യം നല്ലോണം തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിസ്സൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ചീസാണ്. അപ്പോൾ ചീസ് അത്യാവശ്യം നല്ലോണം ഇട്ടാലാണ് ആ ഒരു പിസ്സക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് അത്യാവശ്യം നല്ലോണം തന്നെ ഞാൻ പിസ്സ ഇട്ട് കൊടുത്താണ്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് പാർമസൻ ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇറ്റാലിയൻ ചീസാണ്, എല്ലാവരുടെ അടുത്തും ഉണ്ടായിക്കൊള്ളുന്നില്ല. അതൊരു ഇറ്റാലിയൻ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ മുകളിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് 2-3 ഒലീവ്സും അതേപോലെ തന്നെ ആ ഒരു പെപ്പേഴ്സൊക്കെ മേലെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാണ് ചെയ്യണത്. 200 ഡിഗ്രിയിൽ ഒരു 20-25 മിനിറ്റ് നേരം നമുക്കത് ഓവനിൽ ബേക്ക് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്ത ഐറ്റംസ് ഉണ്ടാക്കുന്നത് ഒരു ടർക്കിഷ് ലഹം ഫത്തായറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഫത്തായർ എന്ന് പറയുന്നത് ഒരു ഇന്ന പർട്ടിക്കുലർ ഷേപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ. ഫത്തായർ എന്ന് പറയുന്നത് അറബിക് ബ്രെഡിന് പറയുന്നതാണ്, എന്തെങ്കിലും ഫില്ലിംഗ് വെച്ചിട്ടുള്ള ബ്രെഡിന് പറയുന്നതാണ്. അപ്പോൾ അതാ ഒരു 3 കപ്പോളം മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. ആദ്യം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ പാൽ ഒഴിച്ചിട്ടാണ് നമ്മളത് കുഴച്ചെടുക്കുന്നത്. 1 കപ്പ് പാൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എത്രത്തോളം വേണം അതുപോലെ നോക്കിയിട്ട് കുഴച്ചെടുക്കുക. പിന്നെ സ്റ്റിക്കി അല്ല, സാധാരണ നമ്മളൊരു ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. കയ്യിലൊട്ടുന്ന ഭാഗം ആവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിൽ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. എന്നാലും നമ്മളെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ സ്റ്റിക്കി ഒന്നും ആവാണ്ട് കുഴച്ചെടുക്കുക. ഇതൊരു അരമണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. ഒന്ന് മൂടി വെക്കുക, അരമണിക്കൂർ കഴിയട്ടെ. ഇനിയിപ്പോൾ അതിൻ്റെ ഫില്ലിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫില്ലിങ്ങിലേക്ക് ഒന്നുകിൽ ചോപ്പർ എടുക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫുഡ് പ്രോസസ്സറിൻ്റെ ഇത് എടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഒരു 1/2 കിലോ ബീഫാണ് ഞാൻ എടുക്കുന്നത്. അതിൽ പകുതി മിൻസ് ചെയ്ത ബീഫാണ്, അതുപോലെ തന്നെ പകുതി മുറിച്ച് വെച്ചിട്ടുള്ള പീസാണ് കേട്ടോ. രണ്ടും കൂടാണ് ഞാൻ എടുക്കുന്നത്. ഇനിയിപ്പോൾ ആദ്യം നമ്മൾ വെജിറ്റബിൾസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു തക്കാളി ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഉള്ളി ഉണ്ട്, 2 തരത്തിലുള്ള ബെൽ പെപ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 3-4 അല്ലി ഗാർലിക്കും ഉണ്ട്. ഇത്രയും സാധനങ്ങൾ ഞാനിവിടെ മുറിച്ച് വെച്ചതാണ് കേട്ടോ. ഇതിന് നമുക്ക് ഈ ഒരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് എന്താ പറയുക, അരിഞ്ഞു കൊണ്ടുവരിക. അപ്പോൾ നന്നായിട്ട് അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ബീഫും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മിൻസ് ചെയ്ത ബീഫും അതേപോലെ തന്നെ പീസാക്കി വെച്ചിട്ടുള്ള ഒരു ബീഫും രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ കഴുകി വെച്ചിട്ട് കുറച്ച് നേരമായിട്ടോ, അതുകൊണ്ടാണ് ഈ ഒരു കളർ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നന്നായിട്ട് പിന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടി, ഏതെങ്കിലും മുളക് പൊടി. ഞാനിവിടെ കയന പെപ്പറാണ് എടുക്കുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ പാപ്രിക്ക ആയാലും മതി. ഇനി ഒന്നും ഇല്ലെങ്കിൽ കുരുമുളക് പൊടി ആയാലും മതി. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ജീരകത്തിൻ്റെ പൊടിയാണ്, നല്ല ജീരകത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂണോളം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് ഒന്നും കൂടെ ഒന്ന് അരിഞ്ഞുകൊണ്ടുവരാം കേട്ടോ. ഒന്നും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തുകൊണ്ടുവരാം. അപ്പോൾ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സിയിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ വെജിറ്റബിൾസ് ഒന്നും തീരെ കാണാൻ കിട്ടില്ല കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെജിറ്റബിൾസ് ഇങ്ങനെ കാണണം. അതുകൊണ്ടാണ് നമ്മൾ ചോപ്പറിലാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ബീഫ് നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ടാവും, എന്നാൽ വെജിറ്റബിൾസ് അല്ലാണ്ട് അങ്ങ് അരിഞ്ഞു പോകില്ല. നമ്മൾ വേവിക്കുന്ന സമയത്തൊക്കെ ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പീസായിട്ട് കാണും. ആ ഒരു രീതിയിലായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് ചോപ്പറിൽ ചെയ്യണത്. അപ്പോൾ ആ ഒരു അരച്ച് വെച്ച മൊത്തം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്താണ്. ഇതിങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഞാനിവിടെ കുറച്ച് വേവിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അത് പച്ചക്ക് വേണമെങ്കിൽ റൊട്ടിൻ്റെ മേലെ തേച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ഈ അരച്ച് വെച്ച മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പറയാൻ വിട്ടുപോയി, ഈ ഒരു ബീഫ് എന്ന് പറയുന്നത് ബ്രസീലിയൻ ബീഫാണ് കേട്ടോ. നമ്മൾ സാധാരണ ഇന്ത്യൻ ബീഫല്ല, ഇതൊരു ബ്രസീലിയൻ ബീഫാണ്.
എന്നിട്ട് ഇത് നന്നായിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിനെ വേവിച്ചെടുക്കണം. ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ആ ഒരു വെള്ളം വറ്റുന്നവരെയാണ് ഈ ഒരു ബീഫ് വേവിച്ചെടുക്കേണ്ടത്. ഇത് ശരിക്കും നമുക്ക് ഡയറക്റ്റ് ഈ പച്ചക്കന്ന റൊട്ടിൻ്റെ മേലെ വെച്ചിട്ട് നമ്മളെ ഷോപ്പിലൊക്കെ ടർക്കിഷ് ഷോപ്പിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു പച്ച അതേപോലെ തന്നെയാണ് ആ റൊട്ടിയിലേക്ക് പുരട്ടിയിട്ട് ഓവനിൽ വെച്ചിട്ട് തന്തൂർ ഓവനിൽ വെച്ചിട്ട് നമുക്കിത് ചെയ്ത് തരിക. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും വേവിച്ചിട്ടാണ് വെക്കൽ. അങ്ങനെ പച്ച വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഷോപ്പിൽ നിന്നൊക്കെ കഴിക്കലുണ്ട്. പക്ഷേ നമുക്ക് വീട്ടിൽ നിന്നാകുമ്പോൾ നമുക്കൊരു തൃപ്തി വരാത്തതുകൊണ്ട് ഞാനങ്ങനെ വേവിച്ചിട്ടാണ് ചേർക്കൽ. ഇപ്പോൾ വേവണ സമയത്ത് കണ്ടില്ല നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്ന് ഇതിൽ നിന്ന് വറ്റട്ടെ. അപ്പോൾ അത് നന്നായിട്ട് ഇത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല ആ ഒരു വെജിറ്റബിൾസ് ചുവപ്പും മഞ്ഞയും പച്ചയൊക്കെ ഇങ്ങനെ കാണുന്നത് അങ്ങനെ നമ്മൾ മിക്സിയിലിട്ട് കഴിഞ്ഞാൽ കാണൂല. അതുകൊണ്ടാണ് പറഞ്ഞത് ആ ഒരു രീതിയിൽ തന്നെ ചെയ്യണം എന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് സോഫ്റ്റായി വന്നു കേട്ടോ. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചതിനെക്കാട്ടിലും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് വരും. അതുകൊണ്ടാണ് ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ഈ ഒരു ഫത്തായർ ഞാൻ 2 ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. സെയിം സാധനം തന്നെ 2 ഷേപ്പിലാക്കി എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതാക്കിയിട്ട് നമ്മൾ ഈ ഷോപ്പിൽ കണ്ടിട്ടുണ്ടാവും ഒരു നീളത്തിൽ. നമ്മളൊരു നാൻ ഉണ്ടാക്കുന്ന ഷേപ്പില്ലേ ഒരു ഓവൽ ഷേപ്പിൽ അതുപോലെയാണ് ഞാൻ ഇതിനൊന്ന് പരത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒരു ഉരുളാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് പൊടി ഇട്ടിട്ട് നന്നായിട്ട് നല്ല ചപ്പാത്തി പോലെ നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക കേട്ടോ. ആ ഒരു ചപ്പാത്തിൻ്റെ തടി തന്നെ മതി നമുക്കിതിന്. കൂടുതൽ തടി ഉണ്ടാവാൻ പാടില്ല. ഇതിൽ നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടില്ല കേട്ടോ. ഇത് നമുക്ക് ബേക്കിംഗ് പൗഡറാണ് ചേർത്തത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പൊങ്ങി വരുമൊന്നുമില്ല. നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുത്താൽ മതി. അത് നന്നായിട്ട് നൈസാക്കിയിട്ട് ഞാനിവിടെ നീളത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കേട്ടോ. നമ്മൾ ചപ്പാത്തിൻ്റെ ഒരു തടിയേ ഇതിനുള്ളൂ. ഇത് നമുക്കൊരു ഷീറ്റിലേക്ക് വെക്കാം. ഷീറ്റ് വെച്ചാൽ നമുക്ക് ഓവനിലേക്ക് വെക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഒരു ബട്ടർ പേപ്പറിലാണ് വെച്ചത്. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ അടിയിൽ നേരത്തെ ബാക്കിയുള്ള ബേസ് ഉണ്ട് ഇവിടെ. നമ്മളെ പിസ്സൻ്റെ ബേസ് ഇല്ലേ അത് കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ പകരം ടൊമാറ്റോ പേസ്റ്റോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ ഇനി ഒന്നുമില്ലെങ്കിൽ ക്രീം ചീസോ ഇഷ്ടമുള്ളതൊക്കെ അടിയിൽ ബേസായിട്ട് വെച്ച് കൊടുക്കുക. ഇതിനങ്ങനെ ഇന്ന സാധനം തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു തക്കാളിൻ്റെ ബേസ് ഉള്ളതുകൊണ്ട് ഞാൻ അതന്നെ പരട്ടി കൊടുക്കുകയാണ്. അത് ചെറുതായിട്ടൊന്ന് അടിയിലൊന്ന് പരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് കീമ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേർക്കണം കേട്ടോ. നല്ല കുറച്ച് തടി തന്നെ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തേക്കും ഒരേപോലെ ആക്കി കൊടുക്കുക. അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ നല്ലോണം ബീഫ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. ഇത് ഇനി നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക. ഇതിൽ നമ്മൾ ചീസും അങ്ങനത്തെ ഒന്നും ചേർക്കില്ല കേട്ടോ. ഇതൊരു 200 ഡിഗ്രിയിൽ 25 മിനിറ്റ് നേരം നമ്മളത് ബേക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ കല്ലിൽ വെച്ചിട്ടും ചെയ്യാം. എന്തായാലും വന്ന് വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ അടുത്ത രണ്ടാമത്തെ ഷേപ്പിലുള്ള ഞൊറിനെ ചെറുതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് വലുതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ഉരുളാക്കിയിട്ട് ഒരു പൂരിൻ്റെ വലുപ്പത്തിലുള്ള സൈസിലുള്ള ഒരു ഉരുളാക്കി എടുക്കാം. എന്നിട്ട് ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. പൊടി ഇട്ടിട്ടൊന്ന് പരത്തിയെടുക്കുക. റൗണ്ടായിട്ട് നമ്മൾ പൂരിൻ്റെ വലുപ്പത്തിൽ തന്നെ പരത്തിയെടുത്താൽ മതിയേ. ചെറുതായിട്ടേ പൊടി ഇടാവൂ, കാരണം അത് ഒട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ചെറുതായിട്ട് പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കുക. ഒരു പൂരിൻ്റെ വലുപ്പത്തിൽ തന്നെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇത് നിങ്ങൾ ഷോപ്പിലൊക്കെ കാണുന്ന ഒരു ടർക്കിഷ് ഷോപ്പിലൊക്കെ കാണുന്ന ഒരു സൈസ് തന്നെയാണ് കേട്ടോ. ഈ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് കുറച്ച് തടിയധികം കണ്ടു. ഒന്നും കൂടെ ഒന്ന് ഞാൻ പരത്തുന്നുണ്ട്. കുറച്ച് തടിയധികമായ പോലെ തോന്നിയപ്പോൾ കുറച്ചും കൂടെ പരത്തി കൊടുത്താണ്. അതാ ഈ ഒരു തടിയിൽ പരത്തി വെച്ച്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ടൊമാറ്റോ ബേസ് ഒന്നും വേണ്ട. ഡയറക്റ്റ് നമ്മൾ കീമാണ് വെച്ച് കൊടുക്കുന്നത്. ആ ഒരു ബീഫ് നന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇതിൽ അത്യാവശ്യം നല്ലോണം വെക്കുക. വെച്ചതിന് ശേഷം നമ്മൾ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനൊന്ന് പ്രസ് ചെയ്ത് ഇതിനൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഒരു കോർണർ എടുത്തിട്ട് ഇതാ ഇവിടെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് കൊണ്ട് വിട്ട് പോരാത്ത രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ ഇതേപോലെ തന്നെ സെയിം ഇതിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. കണ്ടില്ലേ ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നേരെ ഓപ്പോസിറ്റിൽ രണ്ടിൻ്റെ ഓപ്പോസിറ്റിൽ ഇങ്ങനെ ഒന്നും കൂടെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇതൊരു ബോക്സ് പോലായി വന്ന്. അപ്പോൾ ആ ഒരു കീമ നമ്മളൊരു ബോക്സിൽ ഇട്ട് വെച്ച പോലെയാണ് ഉണ്ടാവുക. ഇതിപ്പോൾ കണ്ടില്ല ആ ഒരു സ്ക്വയർ ബോക്സിൽ നമ്മൾ ആ ഒരു കീമ ഇറക്കി വെച്ച പോലെ ഉണ്ടാവും. ഇങ്ങനെയാണ് വേണ്ടത്. സിമ്പിളാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ ആ ഒരു ബീഫൊക്കെ നമ്മൾ അതിൽ നിറച്ച് വെച്ച പോലെ ആയി. ഈ ഒരു രീതിയിലാണ് അടുത്ത ഫത്തായർ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതുപോലെ ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ചെയ്ത് വെക്കുക. ബാക്കിയുള്ള പൊടിയും ബാക്കിയുള്ള കീമയും തീരുന്നവരെ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. മറ്റേത് ഞാനൊരു 4 എണ്ണം അതിങ്ങനെ ഉണ്ടാക്കി വെച്ചണേ. അപ്പോൾ അത് ഞാൻ ബാക്കിയെല്ലാം ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ നടുവിൽ നമുക്ക് കുറച്ച് ചീസ് വെച്ചെടുക്കുന്നത് ചെറുതായിട്ട് കേട്ടോ. ആ ഒരു ബീഫൊന്നും കൊണ്ട് ഇളകി വീണ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് ഒരു എന്താ പറയുക ഒരു ടീസ്പൂണൊക്കെ മതി. ഞാനിവിടെ മൊസറല്ല ചീസ് തന്നെയാണ് ചേർക്കണത്. ചെടാറായാലും കുഴപ്പമൊന്നുമില്ല. ഏതാണോ നിങ്ങളെ കയ്യിലുള്ളത് ആ ഒരു ചീസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് ഓരോ ടീസ്പൂണോളം ചീസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ബേക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇതും നമ്മൾ ബേക്ക് ചെയ്യാണ് ചെയ്യുക കേട്ടോ. 200 ഡിഗ്രിയിൽ 25 മിനിറ്റ് നേരം ഇതൊന്ന് ബേക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതവിടെ മാറ്റി വെക്കട്ടെ. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഞാനൊരു പാസ്ത ആണ് ഉണ്ടാക്കുന്നത്. ഒരു പിങ്ക് സോസ് പാസ്ത ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾ എത്രയാണോ എടുക്കുന്ന വെള്ളം അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക.
ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാനിവിടെ പാസ്ത എടുത്തത് എൽബോ ഷേപ്പിലുള്ള ആ ഒരു പാസ്തയാണ്, എൽബോ പാസ്തയാണ് എടുത്തത്. 400 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ. 400 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തത്. എന്നിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക. വേവിക്കുമ്പോൾ ആ ഒരു പാക്കറ്റിൻ്റെ മുകളിൽ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും എത്രയാണ് വേവിച്ചെടുക്കേണ്ടതെന്നുള്ളത്. പാസ്തൻ്റെ വേവ് എന്ന് പറയുന്നത് 5 മുതൽ 10 മിനിറ്റിൻ്റെ ഇടയിലാണ് വേവ് വരിക. അപ്പോൾ അതിൽ കൂടുതൽ വേവിക്കാൻ പാടില്ല. മാക്സിമം ആണ് 8 മിനിറ്റ് ഒക്കെ കേട്ടോ. ഞാനിവിടെ ഒരു 7 മിനിറ്റാണ് ഇത് വേവിച്ചെടുത്തത്. കറക്റ്റ് ടൈമാണ്. അപ്പോൾ അതാ ഒരു 7 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് കറക്റ്റ് പാകത്തിൽ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഇത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഈ ഒരു വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കുക. ഓവർ കുക്കായി പോകാൻ പാടില്ല. ഇങ്ങനെ നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. ഇതിപ്പോൾ അതേ നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം വേറെ, അതേപോലെ തന്നെ ആ ഒരു പാസ്തയും വേറെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈറ്റ് സോസ് ഉണ്ടാക്കണം. അതിനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം ബട്ടറാണ് എടുക്കുന്നത് കേട്ടോ. അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തത്. അതൊന്ന് മെൽറ്റ് ആകുമ്പോഴത്തേക്ക് 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ എത്രയാണോ എടുക്കണത് അത്ര തന്നെ മൈദപ്പൊടി എടുത്താൽ മതി. ഇനിയിപ്പോൾ ആ ഒരു പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇത് ചെറിയ തീയിലാക്കി വെക്കുക. മീഡിയം തീയിലാക്കി വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കിയും കൊണ്ട് നിൽക്കുക. അപ്പോൾ ആ ഇളക്കണ സമയത്ത് ആ ഒരു മൈദപ്പൊടി വെന്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു ഫ്രോത്തി ആയിട്ട് വരും. എന്താ പറയുക, ഒരു പതഞ്ഞ് പൊങ്ങാന്ന് പറയില്ല, അങ്ങനെ ആയി വരും. അപ്പോഴാണ് ഇത് വെന്ത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക കേട്ടോ. ഒരു ഇങ്ങനെ അതാ പതഞ്ഞ് പൊന്തി വരാൻ തുടങ്ങി. ഇത് കണ്ടില്ലേ, ഒരു ബബിൾസ് ഇങ്ങനെ അത് കാണുമ്പോൾ മനസ്സിലാവും, ഒരു പതഞ്ഞ് വരാന്ന് പറയും. അങ്ങനെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഇത് റെഡി ആയി എന്നാണ് അർത്ഥം. ഇനി ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 കപ്പ് പാലാണ് ഞാൻ ചേർക്കുന്നത്. ആദ്യം 1 കപ്പ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. കട്ടല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം. പെട്ടെന്ന് കട്ടായി പോകും. അതുകൊണ്ട് ചെറിയ ചൂടാക്കി വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ അത് അടുത്ത കപ്പ് പകുതിയോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് കട്ടിയായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ബാക്കിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും നല്ല കട്ടിയായി വന്നാണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ആ ഒരു പാസ്തയിലേക്ക് വേണ്ടിയ വൈറ്റ് സോസാണിത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആദ്യം ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർക്കുക. ഇതിലധികം ചേർക്കണ്ട, പെട്ടെന്ന് ഉപ്പ് പിടിക്കും. അപ്പോൾ ഇതിന് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ അവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇതൊന്ന് ഈ ഒരു പാകത്തിലാണുള്ളത്. തണുക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് കട്ടിയായിട്ട് വന്നോളും. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി വേറെ വലിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ തന്നെയാണ് ഇടുന്നത്. 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്താണ്. ഇനി ആ ബട്ടർ ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവട്ടെ. മെൽറ്റായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു അത്യാവശ്യം മീഡിയം സൈസുള്ള ഒരു ഉള്ളി ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണിത്. അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഒന്ന് സോഫ്റ്റ് ആകണ വരെ ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് വാടി വന്നാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും ക്യാപ്സിക്കം. ചെറുതായിട്ട് നുറുക്കിയ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ എടുത്താണ്. വെച്ചാൽ കുറച്ച് കൂടുതലുണ്ടല്ലോ പാസ്ത, അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്താണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ട 2 തക്കാളി ഞാൻ ഒരു മിക്സിയിൽ അരച്ചെടുത്തതാണ്, വെള്ളം ചേർക്കാണ്ട്. അപ്പോൾ ഇതിനെടുക്കുന്ന ഈ ഒരു പാസ്തക്ക് എടുക്കുന്ന തക്കാളി എന്ന് പറയുന്നത് പ്ലം ടൊമാറ്റോ ആണ്. ഈ ഒരു ടൈപ്പിലുള്ള നീളത്തിലുള്ള തക്കാളിയാണ് ഇതിന് ഏറ്റവും നല്ലത് കേട്ടോ. ഈ ഒരു പിങ്ക് കളർ വരണമെങ്കിൽ ഇങ്ങനത്തെ പ്ലം ടൊമാറ്റോ എടുക്കണം. അപ്പോൾ അത് ഞാൻ അരച്ച് വെച്ചതാണിത്. മീഡിയം സൈസുള്ള 2 തക്കാളിയാണ് എടുത്തത്. എന്നിട്ട് അതും കൂടെ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു തക്കാളിയിലുള്ള വെള്ളം വറ്റുന്നവരാണ് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. ആ വെള്ളം വറ്റി കഴിഞ്ഞാൽ വെന്തെന്നാണ് അർത്ഥം. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗാർലിക് പൗഡർ ചേർത്ത് കൊടുത്തതാണ്. പിന്നെ വേണ്ടി ഒറിഗാനോ ആണ്, അതും ഒരു 1/2 ടീസ്പൂൺ ചേർത്താണ്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടില്ല, ആ ഒരു അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ചിക്കൻ സ്റ്റോക്കാണ്. അപ്പോൾ ഞാനിവിടെ ചിക്കൻ വേവിച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അതിൻ്റെ വെള്ളമാണ് ഇട്ടത്. ഒരു 2 കപ്പോളം ഉണ്ടാവും വെള്ളം. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താണ്. ഇനിയിപ്പോൾ നിങ്ങൾ ചിക്കൻ പൊരിച്ചിട്ടാണ് ഇതിൽ ചേർക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ചിക്കൻ്റെ മാഗി ക്യൂബ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ചേർക്കുന്നതുകൊണ്ടാണ് ആ ഒരു സ്റ്റോക്ക് കിട്ടിയത്. പിന്നെ അത് പാസ്ത വേവിച്ച വെള്ളമാണ് കേട്ടോ. 2 കപ്പോളം പാസ്ത വാട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ചിക്കൻ ഞാൻ വേവിച്ചിട്ട് എല്ലൊക്കെ പോക്കി ഒന്ന് പിച്ചി വെച്ചതാണ്. 2 കപ്പുണ്ട്. ഒരു 800 ഗ്രാമിൻ്റെ ചിക്കൻ ഞാൻ വേവിച്ചിട്ട് ഇങ്ങനെ എല്ല് പോക്കി എടുത്തതാണ് ഇട്ടത്. ഒരു ഫുൾ ചിക്കനാണ്, പക്ഷേ 800 ഗ്രാമേ ഉള്ളൂ. ഏകദേശം ഒരു 2 കപ്പ് ഉണ്ടാവും ഈ ഒരു മീറ്റിൻ്റെ അളവ് പറയുകയാണെങ്കിൽ. എന്നിട്ട് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കുക കേട്ടോ. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. 2 മിനിറ്റോളം തിളച്ചോട്ടെ. അതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് ഈ ഒരു വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു വൈറ്റ് സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു വൈറ്റ് സോസും കൂടെ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇത് മൊത്തത്തിലൊന്ന് കട്ടിയായിട്ട് വന്നോളും. ഒരുപാട് കട്ടിയല്ല, എന്നാൽ ചെറുതായിട്ടൊന്ന് കുറുകി വന്നോളും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. കട്ടല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് തണുത്തപ്പം കണ്ടില്ല, ഒന്നും കൂടെ ഒന്ന് കട്ടിയായത്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. തിളച്ച് നന്നായിട്ടൊന്ന് തിള വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഇതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടില്ലേ, ലൈറ്റ് പിങ്ക് ആണ് വരിക. നമ്മളൊരു പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ പിങ്ക് പാലടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു കളറില്ല, ആ ഒരു കളറാണ് ഈ ഒരു പാസ്തക്ക് വേണ്ടിയത്.
അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഞാൻ നോക്കിയ സമയത്ത് കുറച്ച് ഉപ്പ് കുറവുണ്ട്. നോക്കിയിട്ട് മാത്രം ചേർക്കുക. കാരണം എല്ലാത്തിലും ഉപ്പുള്ളതാണ് കേട്ടോ. സ്റ്റോക്കിലാണെങ്കിലും പാസ്ത വാട്ടറിലാണെങ്കിലും ഒക്കെ ഉപ്പുണ്ട്. ഞാനൊരു 3 സ്ലൈസ് ചീസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചീസൊക്കെ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ചേർക്കണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ ആ ചീസ് അതിൽ മെൽറ്റായിട്ട് അങ്ങ് പതഞ്ഞോളും. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് പാർമസൻ ചീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം പാർമസൻ ചീസും കൂടെ ചേർത്ത് കൊടുത്തോണം. എന്നിട്ട് നന്നായിട്ട് തിളച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഒരു പാസ്ത ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പാസ്ത വല്ലാണ്ട് വെന്ത് കുഴഞ്ഞു പോയാൽ നമുക്ക് ഇതുപോലെ ആയി കിട്ടൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് വേവിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് തന്നെ വേവിക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് ചൂടാവുന്ന സമയത്ത് തന്നെ ഈ ഒരു സോസൊക്കെ കംപ്ലീറ്റ് നമ്മളെ പാസ്ത വലിച്ചെടുക്കും. അപ്പോൾ തീരെ പിന്നെ ഗ്രേവി ഒന്നും ഇതിൽ കാണൂല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതിലങ്ങ് എടുത്തോളും. അത് കണ്ടില്ല, നല്ല ക്രീമി ആയിട്ടുള്ള പാസ്ത റെഡി ആയിരുന്നു. അപ്പോൾ ഇതാണ് പിങ്ക് സോസ് പാസ്ത കേട്ടോ. ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ തന്നെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ ഭയങ്കര എല്ലാവരും വാങ്ങിക്കുന്ന ഒരു സാധനമാണിത്. ഇനിയിപ്പോൾ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ടൊമാറ്റോ കെച്ചപ്പാണ്. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ലാസ്റ്റ് നമ്മൾ ഇറക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ചേർത്ത് കൊടുത്താൽ മതിയേ. തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മളെ പാസ്ത ഇവിടെ റെഡി ആയിന്. ഇപ്പോൾ നമ്മളെല്ലാ സാധനവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും ഐറ്റംസാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ പിസ്സയൊക്കെ ഇവിടെ ബേക്ക് ചെയ്തിട്ട് കുറച്ച് നേരമായിട്ടോ. കുറച്ച് ചെറുതായിട്ടൊന്ന് തണുത്ത് പോയിട്ടുണ്ട്. കുട്ടികൾ ഇപ്പോഴാണ് എത്തിയത്. അപ്പോൾ അത് മുറിച്ച് ഒന്ന് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുറിക്കുകയാണ്. ഞാനിവിടെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പിസ്സ ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുറിക്കണത് ഈ ഒരു സ്ക്വയർ പീസായിട്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. നിങ്ങൾ റൗണ്ടിലാണ് മുറിക്കണമെങ്കിൽ ട്രയാങ്കിളായിട്ട് മുറിച്ചെടുക്കുക. ഇപ്പോൾ കണ്ടില്ല, അടിഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഫത്തായർ ലഹം ഫത്തായറാണിത്. അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അടിഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. അത് കണ്ടില്ല, ഇത് നല്ല ടേസ്റ്റാണ്. ബാസിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് കേട്ടത്. ഭയങ്കര ഇഷ്ടമാണ് അവനത്, ബീഫ് ആയതുകൊണ്ട്. ഇനി ഇതിനെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഒന്ന് ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. 2ഓ 3ഓ എത്ര പീസായിട്ടാണോ മുറിക്കേണ്ടത് അതുപോലെ മുറിച്ചെടുക്കുക. ഇനിയിപ്പോൾ അത് അടുത്ത നമ്മളെ ഫത്തായർ രണ്ടാമത്തെ ഷേപ്പിൽ ഉണ്ടാക്കിയതാണിത്. ഇത് നന്നായിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടത്. അത് നന്നായിട്ട് ബേക്ക് ചെയ്തെടുത്തതാണ്. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ പാസ്ത ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ ചെറുതായിട്ടൊന്ന് പാസ്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സ് ഇല്ലേ, നമ്മളെ മുളകിൻ്റെ അല്ലി എന്ന് പറയില്ല, അതും കൂടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പാസ്ത ഇവിടെ റെഡിയായി. അതേപോലെ തന്നെ നമ്മൾ മുറിച്ച് വെച്ച ആ ഒരു പിസ്സ ഇല്ലേ, അത് നമുക്കൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ബാസി പറഞ്ഞിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് ഇന്ന് ഉണ്ടാക്കി കേട്ടോ. അവനവൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കണമെന്ന് കുറച്ച് ദിവസമായി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഓന് ബാസി ഓരോ കൂട്ടാൻ വേണ്ടി പോയതാണ്. ഇവിടെ തൊട്ടടുത്ത് എത്തിയെന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് ഓൻ കൂട്ടാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഐറ്റംസ് എന്ന് പറയുന്നത്. എല്ലാം ഇവിടെ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതാണ്. ബാസി ഞാൻ പറഞ്ഞല്ലോ, അവരൊക്കെ കൂട്ടിയിട്ട് ഇപ്പോൾ എത്തും. അപ്പോൾ ഇന്നത്തെ എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇല്ല എന്നുള്ളതൊക്കെ കമൻസ് കൂടി അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. എന്തെങ്കിലും ഒന്ന് കമൻ്റായിട്ട് ഇടാനും മറന്നു പോകരുത്.